നമ്മളെപ്പോഴും ചരിത്രത്തെ കാണുന്നത് വിപ്ലവങ്ങളുടെയും മഹാമുന്നേറ്റങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയൊക്കെ ഫ്രെയിമിലാണ് നമ്മൾ ചരിത്രത്തെ കാണുന്നത്. അതൊരു തെറ്റായ കാഴ്ചയാണ്. ചരിത്രമെന്നത് മനുഷ്യവംശത്തിന് ആവശ്യമായത് എന്ന് കരുതുന്ന മൂല്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ചരിത്രമെന്ന് പറയുന്നത്. ദീർഘകാല ഡോക്ടർ പരിചയമുള്ള എൻ്റെ പ്രിയ സഹോദരൻ മുഹമ്മദ് വേളം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഈ മുജീബ് റഹ്മാൻ, എനിക്ക് മുൻപ് സംസാരിച്ച പ്രിയ സാഹിത്യകാരൻ എം പി സുരേന്ദ്രൻ, വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരങ്ങളെ, വെളിച്ചമാണ് തിരുദൂതർ എന്ന തലക്കെട്ടിൽ നബി ദിനത്തിൻ്റെ കൂടി ഭാഗമായി നമ്മളൊരു പൊതുവായൊരു വേദി ഇവിടെ ഉയർത്തിയിരിക്കുകയാണ്. ഇത് ശ്രീനാരായണ ഗുരു പണ്ട് ആലുവയിൽ പറഞ്ഞതുപോലെ നമ്മൾ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന ഒരു വിവേകം ഈ സദസ്സ് ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ആഹ്ലാദകരമായ കാര്യമാണ്. ലോകത്തെല്ലാ കാര്യങ്ങളും എൻ്റെ ഇഷ്ടം പോലെ നടക്കണമെന്ന് നമ്മൾ വിചാരിക്കരുത് എന്ന് ചുരുക്കം. ഞാനിപ്പോൾ നിങ്ങളോട് നബി മഹാനാണോ പ്രവാചകനാണോ അല്ലയോ ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത് ഓരോരുത്തരും വിശ്വസിക്കുന്നതാണ്. ബഹുമാനായ അമീർ ഇവിടെ സൂചിപ്പിക്കും, മനുഷ്യർ വ്യത്യസ്തരാണ്. പല കാലാവസ്ഥയിൽ, പല ജീവിതക്രമങ്ങളിൽ, പല ജിയോഗ്രഫിയിൽ, പല ചരിത്രത്തിൽ രൂപപ്പെട്ടു വന്ന മനുഷ്യരാണ്. വ്യത്യസ്തതകൾ ജെനുവിനാണ്. ഒരാളെപ്പോലെ അയാൾ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ. അപ്പം നമ്മളെ കോർത്തിണക്കുന്ന, അങ്ങനെ യുണീക്കായിരിക്കുന്ന ഹ്യൂമൻ ബീയിങ്ങിനെ കോർത്തിണക്കുന്ന, ഒരുപക്ഷെ മനുഷ്യവംശം കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബലവത്തായ ഒരു ഇൻസ്ട്രുമെൻ്റാണ് മതമെന്ന് പറയുന്നത്, വിശ്വാസമെന്ന് പറയുന്നത്. ആ കെട്ടഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണാലും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തൊരു മനസ്സ് ഈ വിശ്വാസികൾക്കുണ്ട്. അതൊരു കുറ്റമൊന്നുമല്ല, അത് വേണം. അന്ധക്കരണത്തെ കെട്ടിയിടുന്നത് കൊണ്ടാണ് ആ ബലം കിട്ടുന്നത്. ചുമ്മാ നമുക്ക് രണ്ടുപേർക്കും കൂടി ലാഭം ഉണ്ടാകുന്നൊരു ഒരിടപാടല്ലത്. മറിച്ച് എൻ്റെ അന്ധക്കരണത്തിലെ വെളിച്ചമാണ് നിങ്ങളെനിക്ക് സഹോദരനോ സഹോദരിയോ ആയിരിക്കുന്നതിൻ്റെ കാരണമായിരിക്കുന്നു. ആ വെളിച്ചം പ്രദാനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇസ്ലാമിൽ ചേർന്ന ഒരാളല്ല, നിങ്ങൾക്കറിയാം. നബിയെ മനസ്സിലാക്കാൻ മതത്തിൽ ചേരണമെന്നൊന്നുമില്ല, നമുക്ക് വായിച്ചാലും മനസ്സിലാകുന്ന കാര്യവും. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്ത് പറയുന്നു എന്നതല്ല പ്രധാനമായിരിക്കുന്നത്. ഇവിടെ ഞാനെന്നല്ല, ഈ വേദിയിലിരിക്കുന്നവർ എന്തു പറയുന്നു എന്നുള്ളതല്ല. ഞാൻ പറയുന്ന കാര്യം ഇവിടെ ഇരിക്കുന്നവർ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കാണുന്നത്. അപ്പോൾ മുഹമ്മദ് നബിയെ മുൻനിർത്തി ഒരു സമ്മേളനം നടക്കുന്നു. അതിനകത്ത് സണ്ണീം കവിക്കാട്, എം പി സുരേന്ദ്രൻ, മുസ്ലിം പേരില്ലാത്ത കുറേ മനുഷ്യർ, ഇവരൊക്കെ എന്തിനാണ് അവിടെ പോകുന്നത് എന്ന ഒരു ചോദ്യം. നാളെ മുതൽ എനിക്കെതിരെ വലിയൊരു ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ ചോദിക്കാൻ തോന്നുന്നൊരു സമൂഹത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ചോദിക്കാൻ, നീ എന്തിനാണ് അവിടെ പോയത്?
നിനക്കെന്തോ ഭൗതികമായ നേട്ടങ്ങളുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത്. ഈ ഭൗതിക നേട്ടം എന്നോട് വളരെ കർശനമായിട്ട് പറയുമെങ്കിലും ഈ വേദിയിൽ എത്തിച്ചേരുന്ന സവർണരോട് ഈ വാക്കാരും പറയാറില്ല. കാരണം എൻ്റെ എർജ്, ഹ്യൂമൻ ബീയിങ് എന്ന എൻ്റെ എർജ് എന്ന് പറയുന്നത് ഭൗതികമായ അതിജീവനം മാത്രമാണെന്ന് വിചാരിക്കുന്ന ഒരു രാജ്യത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അതിനാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. എനിക്ക് ഭൗതിക താല്പര്യങ്ങളേ ഉള്ളൂ. എനിക്ക് ആത്മാവില്ലാത്ത മനുഷ്യൻ, എനിക്ക് അന്ധക്കരണമില്ലാത്ത മനുഷ്യരാണ്. അതുകൊണ്ട് അവൻ സമ്മേളനത്തിന് പോയിട്ടുണ്ടെങ്കിൽ അത് പൈസ മേടിക്കാനാണെന്ന് നോക്കി നിൽക്കുന്നവന് സംശയം. അങ്ങനെ ചിന്തിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നത് നേരത്തെ ഇവിടെ മതങ്ങളായാലും മര്യാദകളായാലും പരസ്പരം അറിയാതിരിക്കുന്നതിലൂടെ സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ യോഗത്തിലേക്ക് എന്നോട് നിങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും ഞാനൊരു മറുപടി പറയും, എവിടെ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, ജമാഅത്തെ ഇസ്ലാമി വിളിച്ചാൽ ഇനി ഞാൻ പോവും എന്ന് ഞാൻ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അത് മറ്റവനെ വെല്ലുവിളിക്കാൻ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ വരും ഇവിടെ. കാരണം ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നതനുസരിച്ച് എനിക്ക് വന്നു പോകാവുന്ന ഒരിടമാണിത് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഞാനത് നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന സമയത്തിൻ്റെ കുറവുണ്ടെങ്കിലും ഒരു കാര്യം, ഈ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് പൊതുവിൽ പറയുന്നൊരു കാര്യം, ഒരു കയ്യിൽ ഖുറാനും മറുകൈയിൽ വാളുമായിട്ടാണ് ഇസ്ലാം ലോകത്തെമ്പാടും വ്യാപിച്ചത് എന്ന് പറഞ്ഞാൽ ആക്രമണത്തിലൂടെയാണ് ഈ കോടിക്കണക്കിന് മനുഷ്യരെ സമാഹരിച്ചത് എന്ന് പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത മനുഷ്യർ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വാളുകൊണ്ട് ഒരിക്കലും മനുഷ്യൻ്റെ അന്ധക്കരണത്തെ കീഴ്പ്പെടുത്താൻ പറ്റില്ല, അവൻ്റെ അർജിനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല, അവൻ്റെ കാമനകളെ സമീപിക്കാൻ പറ്റത്തില്ല. അതിനൊരു മറുഭാഷ ആവശ്യമുണ്ട്. ആ മറുഭാഷ അറിയുന്ന ഒരാളാണ് മുഹമ്മദ് നബി. അതിലൂടെ സംസാരിച്ചത് കൊണ്ടാണ് തമ്മിൽ കണ്ടാൽ വെട്ടുകയും കുത്തുകയും പരസ്പരം കൊല്ലുകയും ചെയ്യുന്ന ഗോത്രസമാന ജീവിതം നടത്തിയിരുന്നൊരു ജനത്തെ ഒരു സമുദായമായി ഏകീകരിക്കുന്ന ഒരു മഹാപ്രക്രിയയ്ക്ക് ഹിജ്റ എന്ന് നമ്മളിപ്പോൾ പറയുന്ന മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള മുഹമ്മദിൻ്റെയും അനുയായികളുടെയും പലായനവും അവിടെ എത്തിച്ചേർന്നതിന് ശേഷം നടന്നിട്ടുള്ള സംഭവവികാസങ്ങളാണ് ഏറ്റവും പ്രധാനം. അതിലൊന്ന്, മക്കയിൽ നിന്ന് മുഹമ്മദിനൊപ്പം പോയ അനുയായികളും മദീനയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഗോത്രങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഒരു മൂല്യസങ്കല്പത്തിൽ, മതമടിസ്ഥാനപരമായ ഒരു മൂല്യത്തെയാണല്ലോ മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലാം അതിൻ്റെ മൂല്യത്തെ മുന്നോട്ട് വെക്കുന്നു. നേരത്തെ ഇവിടെ ഉദ്ഘാടകനോട് സൂചിപ്പിക്കുകയുണ്ടായി, അമ്മയെ സ്നേഹിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലില്ല എന്ന് പറഞ്ഞ, മറ്റുള്ളവരെ സഹായിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലില്ലെന്നാണ് പറയുന്നത്. അതാ കാര്യം. അങ്ങനെയുള്ളവരെ നമ്മൾ കൂട്ടരുതെന്നാണ് ഈ പറയുന്നത്. അതൊരു മൂല്യമാണ്, എങ്ങനെ ജീവിക്കണമെന്നുള്ളൊരു മൂല്യം. അപ്പോൾ പരസ്പരം കൊന്നും ചത്തും ജീവിച്ചൊരു ജനാവലിയെ ഏകോപിപ്പിക്കാൻ ഒരു വലിയ മൂല്യത്തെയാണ് നബി സ്ഥാപിച്ചെടുത്തത്. ജീവിതബോധത്തെയാണ് സ്ഥാപിച്ചെടുത്തത്. പരസ്പരം സഹായിക്കുകയും സാഹോദര്യപൂർവ്വം ജീവിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണെന്ന് ഒരുപക്ഷെ പ്രിമിറ്റീവ് എന്ന് ഇപ്പോൾ പറയല്ലോ, 8ാം നൂറ്റാണ്ടിലെ പ്രാകൃത മതമാണെന്നാണ് പറയുന്നവൻ്റെ മതം BC ഉണ്ടായതാണെന്ന് ഓർക്കണം. 8ാം നൂറ്റാണ്ടിലെയോ അതുണ്ടായത്. BC മതത്തിൻ്റെ വക്താവാണ് പറഞ്ഞത് 8ാം നൂറ്റാണ്ടിലെ പ്രാകൃത മതമാണ് ഇസ്ലാം. ഇത് ഈ ഇസ്ലാം വിശ്വാസികളുടെയും പിന്നെ ഈ ഹിന്ദുമതം എന്ന് പറയുന്നതിനകത്തൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അത് ഞാൻ തുറന്ന് പറയുകയാണ്. അങ്ങനെ ഒരു മതമുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നില്ല.
ഇന്ത്യ എന്നത് വളരെ ആയിരക്കണക്കിന് വിശ്വാസധാരകളുടെ ഒരു സമാഹാരമാണ്. നമ്മളിന്ന് പറയുന്ന ഈ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടേതാണെന്ന് പറയാൻ തുടങ്ങിയിട്ട് 150 കൊല്ലത്തിൽ കൂടുതലായിട്ടില്ല. അതിനു മുമ്പ് അത് കേട്ടാൽ തല്ലിക്കൊല്ലുമായിരുന്നു, അടി കൊടുക്കുമായിരുന്നു, ശൂദ്രരെ തല്ലി കൊടുക്കുമായിരുന്നു. അപ്പൊ പിന്നെ ചണ്ടാളന്റെ കാര്യം പറയട്ടെന്ന് ഓർക്കണം. അപ്പൊ ഇതെല്ലാവരുടെ ആണെന്ന് പറഞ്ഞാൽ നന്നാ പിന്നെ നമുക്കങ്ങ് ഏറ്റെടുത്തേക്കാൻ നല്ലല്ലോ. അങ്ങനെ നമ്മൾ പറയരുത്. അതിനകത്തൊരു ചതിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചതിക്കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്. ഈ മഹത്വവൽക്കരണം അതൊരു ആര്യ അധിനിവേശകരുടെ മതമായിരുന്നു അന്ന്. പൂജകളിൽ തറച്ചു കിടന്ന ഒരു മതം. എല്ലാത്തിനും പൂജയാണ്, എല്ലാത്തിനും പൂജയാണ്. വിശ്വാസികൾക്ക് വിശ്വാസ അടിത്തറയിൽ ചില റിച്വൽസ് ഉണ്ടാവും. ഇതങ്ങനല്ല. ഒരു മനുഷ്യൻ ജനിക്കുന്നത് അന്നേരം പൂജ നടത്തും, 28 കെട്ടുമ്പോൾ അടുത്ത പൂജ നടത്തും, പേരിടിയിലിന് അടുത്ത പൂജ നടത്തും. ഈ പൂജ ചെയ്യാൻ പ്രത്യേകം ചില ആൾക്കാർക്ക് അവകാശമുള്ളൂ. എല്ലാവരും കയറി ചെയ്യരുത്. ചെയ്താൽ ഫലിക്കുകയില്ല. ദൈവം നേരിട്ട് സംസാരിക്കുക, ചെയ്താൽ ഫലിക്കില്ലെന്നാ. ഈ കൊള്ള തുടങ്ങിയിട്ട് കുറേ കൊല്ലായതാണ്. അപ്പം അതിന് ഞാൻ യഥാർത്ഥത്തിൽ ഒരു മതമായി കാണും. ക്രിസ്തു മതം പക്ഷേ അതിൻ്റെ മതമാണത്. അത് മതമാണ്. ഇത് മതങ്ങളുടെ വിശ്വാസങ്ങളുടെ ഒരു സംഘാതം. ഗുരു പറയുന്ന പോലെ ഹിന്ദു മതങ്ങൾ എന്ന് പറയണം അവിടെ അദ്ദേഹം പറഞ്ഞു. ഹിന്ദു മതങ്ങൾ, അത്രയും മതങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഇസ്ലാമിനെയും ഈ ഹിന്ദു മതമെന്ന് ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന മതത്തെയും ക്രിസ്തു മതത്തെയും ഒന്നും കമ്പയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നില്ല. അത് മതപണ്ഡിതർ ചെയ്യട്ടെ. ഒരു കാര്യം എന്താ പറയുക, ഈ എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് പറയുന്നത് എന്ന കാര്യത്തിലൊന്നും അത്ര ഉറപ്പുള്ള ഒരാളല്ല ഞാൻ പഠിച്ചിടത്തോളം. എല്ലാ മതങ്ങളും ഒന്ന് തന്നെയല്ല, വേറെ വേറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന, മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെ, അവനെ ഒരു സൗന്ദര്യബോധത്തിലേക്കും സൗന്ദര്യത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കാൻ കഴിയുന്ന വിധം, അവനെക്കുറിച്ച് ഓർത്ത് അവന് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന വിധം അവനെ മോൾഡ് ചെയ്യുന്നതിൽ മതങ്ങൾ നിർണായക സന്ദർഭങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം. ത്രൂ ഔട്ട് അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഡീജനറേഷനൊക്കെ വിധേയമാവും, പിന്നെയും അത് റിവൈവ് ചെയ്യും. ഈ മതങ്ങൾ ഇങ്ങനെ സംഭവം നമുക്ക് വേണ്ടി വരുന്നത് ലോകത്തിലെ ജന്തുവർഗങ്ങളിൽ ഏറ്റവും അനാഥമായ ജന്തുവർഗമാണ് മനുഷ്യൻ. നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ ആൾക്കാരാന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്നത്. പക്ഷെ നമ്മളാണ് അതിജീവിക്കാത്ത ജന്തുക്കൾ. പശു പ്രസവിച്ചാൽ 1 മണിക്കൂറിനകം കിടാവ് എഴുന്നേറ്റ് വന്ന് അമ്മയുടെ മുല കുടിച്ചിരിക്കും. ഒരു മനുഷ്യ സ്ത്രീ പ്രസവിച്ചൊരു കുഞ്ഞ് ജനിച്ചാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ ആ കുഞ്ഞ് അതിജീവിക്കില്ല. അത്രയും അനാഥമാണ് നമ്മളുടെ ഭൗതികമായ അവസ്ഥ. ഇത് നമ്മളുടെ മനസ്സിനെയും ബാധിക്കുന്നൊരു കാര്യം, ഈ അനാഥത്വം. അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വേണം. എന്നെ സ്നേഹിക്കാൻ ആരും ഇല്ലെന്ന് കണ്ട അന്ന് ഞാൻ തൂങ്ങി മരിക്കും. സ്നേഹിക്കാൻ ആളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് കുടുംബത്തിൽ എനിക്ക് സ്ഥാനം വേണം. കുടുംബം മാത്രം പോരാ, ആ കൂടെ എനിക്ക് സ്ഥാനവും കൂടി വേണം, എന്നാലേ ഞാൻ ജീവിക്കുകയുള്ളൂ. ഇത്തരം വിചിത്രമായ അർജികളുടെ, കാമനകളുടെ കൂടി വലിയൊരു കേന്ദ്രമാണ് മനുഷ്യൻ. ആ മനുഷ്യനോടാണ് പറയണമെന്ന് ഓർക്കണം, നീ മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം. അത് പറയുമ്പോൾ ആ മനുഷ്യൻ അത് കേൾക്കുന്നത് എപ്പോഴാണ്? അവർ തമ്മിൽ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒരു ചരട് കെട്ടുമ്പോൾ മാത്രമേ നടക്കുള്ളൂ. ആയുധം കൊണ്ടൊന്നും ഒരു മതവും ഉണ്ടാകത്തില്ല. സംശയരഹിതമായ കാര്യമാണ്. പിന്നെ ഒരു കയ്യിൽ ആയുധവും മറ്റേ കയ്യിൽ ഖുറാനും പിടിച്ചാണ്. 2 കയ്യിലും 4 കയ്യിലും 10 കയ്യിലും ആയുധം ഇല്ലാത്ത, ഒരു ദൈവം പോലും ഇല്ലാത്ത മനുഷ്യ ഇത് പറയണമെന്ന് ഓർക്കണം. എല്ലാം ദൈവത്തിൻ്റെ കൈ കൊടുവാളാണ്. എന്തിനാ ദൈവത്തിൻ്റെ കൈ കൊടുവാളെന്ന് എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, മതങ്ങളെല്ലാം ഒന്ന് തന്നെ ആത്യന്തികമായിട്ടൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഡിഡക്ഷനിസത്തിലൂടെ അവിടെ എത്തിച്ചേരാൻ പറ്റും. ഞാൻ പറയുന്നൊരു നബി യഥാർത്ഥത്തിൽ നബിയുടെ ഇടപെടൽ, അദ്ദേഹം മനുഷ്യനായി ജനിച്ച് 1570 ജനിച്ച്
ഏതാണ്ട് 62 ജീവിച്ചിരുന്ന് ഒരു 632 കാലയളവിൽ മരിച്ചു പോയ ഒരാളാണ്. അതിൻ്റെ അതിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു 40 വയസ്സിനോടടുക്കുന്നൊരു സമയത്ത് അദ്ദേഹം ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ പറയുന്ന അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലത്ത്. അപ്പോൾ അത് നടത്തുമ്പോൾ അവിടെ നിന്ന് മുസ്ലിങ്ങൾ ഈ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ സഹിക്കാൻ മേലാതെ നാട് വിട്ടു പോകുന്നുണ്ട്. അതല്ലാതെ ഇയാൾ പറയുന്ന മുഴുവൻ പാഴാണെന്ന് പറഞ്ഞിട്ട് അബ്സീനിയയിലേക്ക് ആൾക്കാർ നാട് വിട്ടു പോയ കഥ പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്നും അദ്ദേഹം അനുയായികളോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിച്ചേരുന്ന ആ യാത്രയുടെ ഓർമ്മയാണ് ഹിജ്റ എന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ ഹിജ്റ വർഷമൊക്കെ ആരംഭിക്കുന്ന ഈ യാത്രയുടെ ആ വർഷമാണ് 1-ാമത്തെ വർഷമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ യാത്രയല്ല അതിനകത്ത് പ്രധാനം. മതങ്ങൾക്ക് യാത്ര വളരെ പ്രധാനമാണ് കേട്ടോ. ഈ ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന ദൂരം 1 മാസം കൊണ്ട് നടന്നു തീർക്കാവുന്ന ദൂരമേ ഉള്ളൂ. ഒറ്റ മാസം കൊണ്ട് 3 തലമുറ കൊണ്ടാണ്, 3-4 തലമുറ കൊണ്ടാണ് അവിടെ എത്തിച്ചേരുന്നത്. എൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഈ തലമുറ രക്ഷപ്പെടിയല്ലെന്ന് യഹോവയ്ക്ക് നല്ല ഉറപ്പാണ്. അങ്ങനെ ചത്തും കിട്ടും പുതിയൊരു തലമുറയാണ് കാനാൻ ദേശത്തിലേക്ക് നയിക്കുന്നത്. ഇതൊക്കെ മനുഷ്യൻ്റെ പ്രിമിറ്റീവായ ഭാവനകളിൽ നിന്ന് വരുന്നൊരു കാര്യമോ വലിയ മൂല്യമുള്ള കാര്യവുമാണ്. അപ്പോൾ അവിടെ വന്നതിന് ശേഷം അദ്ദേഹം ചെയ്ത ഒരു പ്രധാന കാര്യം, ഒരു കമ്മ്യൂണിറ്റി എന്ന നിലക്ക് ഇവരെ ഫോം ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അദ്ദേഹം അവിടെ ഗുഹയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടെന്നൊക്കെ ഇപ്പോഴത്തെ പുസ്തകത്തിലൊക്കെ പ്രത്യേകിച്ച് നേരാണോ ശരിയാണോ എന്ന് നമുക്കറിയത്തില്ല. കാരണം ഞാൻ ഗുഹയ്ക്കകത്ത് ഒളിച്ചു വെച്ചേക്കുക എന്നുള്ളത് ഇന്ത്യക്കാരൊരു തെറ്റായ സങ്കല്പമാണ്. ഗുഹയ്ക്കകത്ത് കയറി കണ്ടുപിടിക്കുന്ന എന്തോ ഒരു കാര്യമാണ് ഞാനെന്ന്. അങ്ങനൊന്നും ഒരു ഗുഹയും വേണ്ട മനുഷ്യർക്ക് ജ്ഞാനിയാവാനും തലയ്ക്ക് വെളിച്ചമുണ്ടാകാനും ഒരു ഗുഹയിലും പോകേണ്ട കാര്യമൊന്നുമില്ല. കണ്ടംപ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക എന്നുള്ളത് ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ ധ്യാനം മറ്റൊന്നായി മാറുക, പിന്നെ അതിൻ്റെ വേഷവിധാനങ്ങൾ വേറെ ആവുക, പിന്നെ ഏറ്റവും അവസാനം കറങ്ങി തിരിഞ്ഞ് അത് ഹിന്ദുവിൻ്റെ കലാപരിപാടിയായിട്ടങ്ങ് മാറുക. കണ്ടംപ്ലേഷൻ ഒരു മതത്തിനും അവകാശപ്പെട്ടതല്ല. അത് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ശേഷിയാണ്, ഒരു വിഷയത്തിൽ കണ്ടംപ്ലേറ്റ് ചെയ്യുക എന്ന് പറയും. അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം ഒരു സമുദായത്തെ രൂപീകരിക്കാൻ ആവശ്യമായ മൂല്യങ്ങൾ അവിടെ പ്രചരിപ്പിക്കുകയും ഒരു എഗ്രിമെൻ്റ്, ലോകത്തിലെ ആദ്യത്തെ ഭരണഘടന എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുള്ളത്, എഗ്രിമെൻ്റ് വെക്കുന്നു. ആരൊക്കെ തമ്മിലാണ്? ഈ മദീനയിലേക്ക് എത്തിച്ചേർന്ന മുഹമ്മദിൻ്റെയും അനുയായികളും തമ്മിൽ. ആര് തമ്മിൽ? അവിടെയുണ്ടായിരുന്ന ആദിവാസി സമൂഹമായ ട്രൈബൽ ആയിട്ടുള്ള ഗോത്രങ്ങളായി ജീവിക്കുന്നവരും കൂടെ ഏറ്റവും പ്രധാന ജൂതന്മാർ, അവിടെ താമസിച്ച ജൂതന്മാരുമായി ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നു. ആ എഗ്രിമെൻറ്റിൻ്റെ ഫ്രെയിംവർക്കിലാണ് പിന്നീടുള്ള മഹാപ്രവാഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. നമ്മളതങ്ങനെ എന്നെ ഏറ്റവും കൂടുതൽ ആവേശഭരിതനാക്കുന്നൊരു കാര്യമാണ്. കാരണം അന്നത്തെ കാലത്ത് യഹൂദരുമായി ഒരു ധാരണയിൽ പോകേണ്ടതാണ്. അവർക്ക് അവരുടെ വിശ്വാസത്തിൽ നിൽക്കാൻ അവകാശമുണ്ട്. അവരുമായി എല്ലാവരും ഒരു ധാരണയിൽ സാഹോദര്യത്തിൽ പോകേണ്ടതാണ്. ഈ പറഞ്ഞ മനുഷ്യനാണ് വാളെടുത്ത് കുത്തിയും വെട്ടിയാണ് ഇസ്ലാമിനെ നിർമ്മിച്ച് വെറുതെ ഈ കാര്യങ്ങൾ അറിയാതെയും നുണ പറഞ്ഞുമൊക്കെയാണ് ഈ കാര്യങ്ങൾ നേടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വെളിച്ചം അദ്ദേഹത്തിൻ്റെ തലക്കകത്തുള്ളത് കൊണ്ടാണ് അത് കൃത്യമായി ഡിസൈൻ ചെയ്യാനും ആവശ്യമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കാനും, അങ്ങനെ ഒരു സമൂഹ നിർമ്മിതി എങ്ങനെ ആയിരിക്കണമെന്നതിൻ്റെ ഒരു വഴിയുണ്ട് ഇസ്ലാമിനകത്ത്.
വ്യത്യസ്തമായ വിശ്വാസങ്ങളെ അംഗീകരിക്കുന്ന ഒരു സത്തയുണ്ട് ഇസ്ലാമിനകത്ത്. ഈ സംഭവം അതാ തെളിയിക്കുന്നു. അപ്പൊ അവിടെ ഏത് മതസ്ഥനും വരാം, മതം ഇല്ലാത്തവനും വരാം ഒരു കാര്യം സംസാരിക്കാനായിട്ട്. അപ്പൊ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു പ്രധാന കാര്യം ഞാൻ പറഞ്ഞത് ഈ മനുഷ്യൻ്റെ ഈ അനാഥത്വമാണ് നമ്മളുടെ ഒരു സങ്കീർണത എന്ന് പറയുന്നത്. നമ്മൾ വിനയപൂർവ്വം മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യർ വെറുതെ ഈ വെല്ലുവിളിയും സംഗതികളല്ല, മറിച്ച് മനുഷ്യനെ പുനർനിർമ്മിച്ചവരാണ് ചരിത്രത്തിൽ വലിയ കോൺട്രിബ്യൂട്ടേഴ്സ്. നമ്മളെപ്പോഴും ചരിത്രത്തെ കാണുന്നത് വിപ്ലവങ്ങളുടെയും മഹാമുന്നേറ്റങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയൊക്കെ ഫ്രെയിമിലാണ് നമ്മൾ ചരിത്രത്തെ കാണുന്നത്. അതൊരു തെറ്റായ കാഴ്ചയാണ്. ചരിത്രമെന്നത് മനുഷ്യവംശത്തിന് ആവശ്യമായത് എന്ന് കരുതുന്ന മൂല്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ചരിത്രമെന്ന് പറയുന്നത്. ഇത് ഡോക്ടർ BR അംബേദ്കറുടെ ദർശനമാണ് ഞാൻ പറയുന്നത്. മൂല്യങ്ങളാണ് സംഘർഷപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ സനാതനികൾ ഒരു മൂല്യത്തെയാണ് അവർ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ സമ്മേളനം ഒരു മൂല്യത്തെയാണ് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. സമൂഹത്തിൽ തുറന്നു കൊടുക്കുകയാണ്, സമൂഹം തിരഞ്ഞെടുക്കാം. അപ്പോൾ മൂല്യസംഘർഷമാണ്. ഈ മൂല്യസംഘർഷത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റേണ്ടത്. അതാണ് ചരിത്രമെന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഒരു മൂല്യ രൂപീകരണത്തിൻ്റെ കേരളാനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത് ഈ ഡെറിക് വാൾക്കോട്ട് എന്ന് പറയുന്നൊരു കവി ഉണ്ടായിരുന്നു, ലാറ്റിൻ അമേരിക്കൻ കവി. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ കണ്ണ് നിറഞ്ഞത് കൊണ്ട്, അയാൾ നീഗ്രോ വംശജനാണ്. അയാളുടെ അച്ഛനെയും അമ്മയെയും അച്ഛനും അമ്മയും ബാക്കി കുറേ ആൾക്കാരെയും കയറ്റിക്കൊണ്ട് പോകുന്ന കപ്പൽ തീരം വിട്ടുകഴിയുമ്പോൾ ഈ പയ്യൻ്റെ കണ്ണ് നിറയുന്നത് കൊണ്ട് അത് കാണാൻ പറ്റാത്തൊരു സന്ദർഭത്തെ കവി വിവരിക്കുന്നുണ്ട്. തികച്ചും ടച്ചിങ് ആയൊരു കാര്യമാണ്. അത് ദൂരം കൊണ്ടല്ല, അവൻ്റെ കണ്ണിൻ്റെ നനവ് കൊണ്ടാണ് അത് കാണാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ ഈ അടിമത്തം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാക്കുന്ന ആന്തരികമായ മുറിവെന്ന് പറയുന്നത് അടിമയല്ലാത്തവർക്ക് അനുഭവിച്ചറിയാനോ മനസ്സിലാക്കാനോ കഴിയുന്നൊരു കാര്യമല്ല. അപ്പോൾ ഈ മുഹമ്മദിൻ്റെ കാര്യത്തിൽ ട്രൈബൽ എന്ന് വിളിക്കപ്പെട്ട വിഭാഗങ്ങൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഒരു ഉയർന്ന ജനസമുദായമായി ഉയർന്നു വന്നത്? ഒരു മൂല്യത്തിലേക്ക് വന്നതുകൊണ്ടാണ്. അങ്ങനെ കേരളീയ സമൂഹത്തിനകത്ത് അടിമ ജാതികൾക്കിടയിൽ ഒരു പുതിയ മൂല്യത്തെ നിർമ്മിച്ചു കൊടുത്ത് അവരെ സമാഹരിക്കാൻ ശ്രമിച്ച ഒരാളാണ് പൊയ്കയിൽ അപ്പച്ചൻ. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ എന്ന് അനുയായികൾ വിളിക്കുന്ന ആളാണ്. പൊയ്കയിലപ്പച്ചൻ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ. അദ്ദേഹം മനുഷ്യനെ കുറിച്ചൊരു സങ്കല്പം ഉണ്ടാക്കി. അടിമ സന്തതികൾ എന്ന നിലക്ക് ഇനി പുതിയ അടിമത്തത്തിലേക്ക് വഴുതി വീഴാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 8 തരം അടിമകളുണ്ട്. അത് ഏതൊക്കെ തരമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ പുതിയ അടിമത്തത്തിലേക്ക് നമ്മൾ പോകരുത് എന്നത് അടിമ സന്തതികൾ എന്ന വാക്കാണ്. ഞാൻ അപ്പച്ചൻ്റെ തിയോളജി പറയാനല്ല, അപ്പച്ചൻ്റെ ഒരു അനുഭവമാണ് പറയും. അപ്പച്ചൻ്റെ യോഗം 5-8 ദിവസം രാത്രിയാണ്, തുടർച്ചയായിട്ട് യോഗ. നീ മൈക്കൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെ നിന്ന് പറയും, അടുത്ത ആൾ പറയും, അടുത്ത ആൾ പറയും, അങ്ങനെ ആയിരക്കണക്കിന് പേരാ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സമ്മേളനാനന്തരം ഈ 3-4 ദിവസത്തെ സമ്മേളനത്തിന് ശേഷം ഇവർ പിരിയുമ്പോൾ, ഈ മനുഷ്യർ പിരിഞ്ഞു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ പുലയൻ, പറയൻ, കുറവൻ, വേടൻ, വേട്ടുവൻ എന്നൊക്കെ പറയുന്ന ഹീനജാതികൾ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന് വന്ന് അപ്പച്ചൻ്റെ പ്രസംഗം 2 ദിവസം കേട്ടിട്ട് പിരിഞ്ഞു പോകുമ്പോൾ തിരിഞ്ഞു നോക്കി കണ്ണീർ വാർത്താണ് പൊയ്ക്കൊണ്ടിരുന്നെന്നാണ് പറയുന്നത്. എന്തിനായിരിക്കും അവർ കരഞ്ഞത്? എന്തിനായിരിക്കും കരഞ്ഞത്? അവരടിമത്തത്തിൽ നിന്നും മനുഷ്യരായി മാറിയതിൻ്റെ ഒരു വലിയ തെളിവാണ്. അന്യനോട് സ്നേഹവും അവൻ പിരിയുന്നതിലൊരു വിഷമവും അവൻ്റെ ആന്തരിക ലോകം വളരുന്നതിൻ്റെ ലക്ഷണമാണ്. അങ്ങനെ ഒരു വെളിച്ചം, വെളിവെന്നുള്ള വാക്ക് അപ്പച്ചൻ ഉപയോഗിക്കുക. റെവലേഷൻ എന്ന് നമ്മൾ പറയും. റെവലേഷൻ നമുക്ക് കിട്ടുന്ന
ഈ പ്രവാചകർക്കുള്ള ഒരു ഗുണം അതാ. പ്രവാചകരെപ്പോഴും വളരെ പെട്ടെന്നൊരു വെളിപാടാണ് നമ്മളോട് പറയുക. അത് ആലോചിച്ചെടുക്കുന്നൊരു കാര്യമായിക്കൊള്ളുന്നില്ല, യുക്തിഭദ്രമായിക്കൊള്ളുന്നുമില്ല. അതങ്ങ് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത്. ഈ അപ്പച്ചൻ വെളിവെന്നാ പറഞ്ഞത്. വെളിവില്ലാത്തവനെ കൊണ്ട് കാര്യമില്ല എന്നാണ് അപ്പച്ചൻ പറഞ്ഞത്. വെളിവില്ലാത്തവനെ കൊണ്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഈ റെവലേഷന് തുല്യമാണ്. ഞാൻ ഈ അപ്പച്ചൻ്റെ ഒരു അനുയായിയാണ് കേട്ടോ, പേഴ്സണലി. വ്യക്തി എന്ന നിലക്ക് പൊയ്കീരപ്പച്ചൻ്റെ ഒരു അനുയായിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. അപ്പം നമുക്കിടയിൽ ഒരു സംഭാഷണത്തിനും ഐക്യത്തിനും വേർപെടലിനും ഒക്കെ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ മിഥ്യാബോധത്തെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിർമ്മിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ജനസമുദായമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ഒരു സംശയമില്ല. 1300 വർഷം ഇന്ത്യ ഭരിച്ച രാജവംശമാണിത്. അന്നത്തെ കാലത്ത് കൂട്ടത്തോടെ ഹിന്ദുക്കളെ മതം മാറ്റിയതായിട്ട് ചില ഇൻസിഡൻറ്റുകളൊക്കെ പറയാൻ പറ്റുമെന്നുള്ളതല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഈ ഭരണാധികാരികൾ വ്യാപകമായിട്ട് ഇവിടുത്തെ അമ്പലം തകർക്കുകയായിരുന്നു, അവർ പള്ളിയും തകർത്തിട്ടുണ്ട്. അന്നത്തെ ഭരണാധികാരിയുടെ സ്വഭാവം അത്. അന്നത്തെ ഹിന്ദു ഭരണാധികാരിയായാലും മുസ്ലിം ഭരണാധികാരി അന്നത്തെ പടയോട്ടങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിം മോസ്കുകളോ ഒക്കെ തകർന്നു വീണിട്ടുണ്ടാവാം. കൊള്ളയടിയാണല്ലോ പ്രധാന വിനോദം. അതിനാണ് അവർ വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം കാശ്മീരിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഹർഷവർദ്ധനോ അങ്ങനത്തെ പേര്. പുള്ളിയുടെ പ്രധാനപ്പെട്ട ജോലി തന്നെ ഹിന്ദു അമ്പലങ്ങൾ കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു. ഇത് വലിയ ആനക്കാരായിട്ട് ഇപ്പം പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നും. ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന സാധാരണ കാര്യങ്ങൾ മാത്രമാണ്. അതിന് പകരം ഇവരെ പിശാചുവൽക്കരിക്കാൻ, ഈ ജനത എന്ന് പറയുന്നത് പിശാചുവൽക്കരിച്ച് ഇവർ കുഴപ്പക്കാരാണ്, ഇവരെ നശിപ്പിക്കേണ്ടതുണ്ടെന്നുള്ളൊരു ഭാവന സമൂഹത്തിൽ നിർമ്മിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ എടുക്കേണ്ട ഒരു പ്രിക്കോഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് തെറ്റിപ്പോയൊരു കാര്യം കൂടിയാണ്. ഇങ്ങനെ ഒരു സമൂഹത്തിനകത്ത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹികമായ ബലം ഉറപ്പിക്കാൻ എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതൊരു മൂല്യമായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്നെ ഒരു കൊല്ലാൻ സാധ്യതയുണ്ട്, നിങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കാന്ന് പറയുന്നത് സാഹോദര്യമേ അല്ല. അതല്ല സാഹോദര്യം. നമുക്ക് പുറത്തൊരു ശത്രു ഇല്ലെങ്കിലും നമ്മൾ സഹോദരങ്ങളാണെന്ന് തോന്നുന്നിടത്താണ് സാഹോദര്യം ഉണ്ടായി വരുന്നത്. ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി പഠിക്കേണ്ട ഒരു പാഠം. നമ്മളെ ശത്രുക്കളായി നിർമ്മിച്ചിങ്ങനെ തരുമ്പോൾ ഞങ്ങൾ ആത്മസഹോദരങ്ങളാണെന്ന് തിരിച്ചു പറയുന്ന ഒരു മൂല്യത്തിലേക്ക് സമൂഹത്തെ നമുക്ക് നയിക്കണം. അത് കഴിയണമെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ചാൽ മാത്രം പോരാ. ഈ വലിയ ജനസമുദായം തമ്മിലെടുക്കാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവർക്ക് സ്വതന്ത്രമായി ഇടപെടാനും കഴിയുന്ന ഒരു അന്തരീക്ഷം നമുക്കുണ്ടായി വരേണ്ടത്. ഒരു കാരണവശാലും സനാതനവാദികൾക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. അവർക്കത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ വേറെ ചില കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആലോചിക്കുന്നത്. ഈ ഒരു ദൗത്യം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ദളിതർ, മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾ, ഇങ്ങനെയൊക്കെ തുടങ്ങി നിരവധി വിഭാഗങ്ങളുണ്ട്. ഒരു തരത്തിലും ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട ജാതിയല്ല, പഴിക്കപ്പെട്ട ജാതികളാണ് ഞങ്ങൾ, പഴിചാരപ്പെട്ടവരാണ്. അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്താലും കുറ്റമായിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ പള്ളിക്കൂടത്തിൽ പോയാൽ കുറ്റം, പോയില്ലെങ്കിൽ കുറ്റം. ജോലി കിട്ടിയാൽ കുറ്റം, കിട്ടിയില്ലെങ്കിൽ കുറ്റം. വീട് വെച്ചാൽ കുറ്റം, വെച്ചില്ലെങ്കിൽ കുറ്റം. ഇന്റർകാസ്റ്റ് മാരേജ് നടത്തിയാൽ കുറ്റം, സ്വന്തം ജാതിയിൽ നിന്ന് കെട്ടിയാൽ കുറ്റം. കുറ്റമില്ലാതെ ഇവന് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം പഴിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങൾക്ക് പുതിയ ആത്മസൗഹൃദങ്ങളാണ് വേണ്ടത്. വെറും സപ്പോർട്ടല്ല, ആത്മസൗഹൃദങ്ങൾ, ഹൃദയം പങ്കുവെക്കുന്ന ആത്മസൗഹൃദങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ ആരുണ്ടെന്നുള്ളതാണ് ചോദ്യം. സ്വന്തം വീട്ടിൽ
അന്യജാതിക്കാരനെ കയറ്റാത്തവരാണ് ഇവിടെ അധ്യാപകരായിട്ട് വിലസി നടക്കുന്നത്. ഇവനൊക്കെ എന്തായിരിക്കും പഠിപ്പിക്കുക കുട്ടികളെ? നമ്മൾ ഓർക്കണ്ടേ, നമ്മുടെ അധ്യാപകരാ. സ്വന്തം വീട്ടിൽ വേറൊരുത്തന്നെ വീട്ടിൽ പോയി പച്ചവെള്ളം കുടിക്കത്തില്ല. എവനാണ് കുട്ടിയെ ധാർമ്മികത പഠിപ്പിച്ചിങ്ങനെ ഇറക്കുന്നത്? അപ്പോൾ ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പ്രമോട്ട് ചെയ്യുന്ന അനേകായിരം മൂല്യങ്ങളുടെ ഒരു സഞ്ചയമാണ് ഖുർആൻ എന്ന് പറയുന്ന കാര്യം. മുഹമ്മദ് നബിയുടെ ജീവിതവും സമാനമായ അനുഭവങ്ങളിലൂടെ കടന്ന അടിമ സന്തതികൾക്ക്, അടിമ വംശം അനുഭവിച്ച സംഗതികളെയും മനസ്സിലാക്കാൻ ഞങ്ങളെ പ്രാപ്തമാക്കിയ ഒരാളാണ് പൊയ്കിലപ്പച്ചി. ഞാൻ അവസാനിപ്പിക്കും. മാൽക്കം എക്സ് ഒരു കാര്യം പറയുന്നു, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് സങ്കീർണമാക്കരുത് കേട്ടോ. ചൈനയിലൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ചൈനക്കാർക്കും ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ബോർഡ്, ചൈനക്കാർക്കും പട്ടികൾക്കും പ്രവേശനമില്ലെന്ന്. അതങ്ങനെ തന്നെ അങ്ങ് മനസ്സിലാക്കണം. അത് പിന്നെ പറഞ്ഞ് പട്ടി എന്ന രൂപകം എന്താന്നൊക്കെ അന്വേഷിച്ചു പോയാൽ ആ ബോർഡ് അവിടെ ഇരിക്കും. ബോർഡ് എടുക്കണമെന്ന് അവനോട് പറയണം. അതതിൻ്റെ കാര്യം. നമ്മളൊരു സാമൂഹിക സംഘർഷത്തെയല്ല, സോഷ്യൽ അവെയർനെസ്സിനെയാണ് നമ്മൾ. അത് മാത്രമേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ആയിരക്കണക്കിന് രക്തസാക്ഷികളുള്ള കേരളത്തിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ശ്രീനാരായണ ഗുരു കൊണ്ടുവന്ന മാറ്റം ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കിയിട്ട് നമുക്ക് കഴിഞ്ഞില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർമ്മിച്ചിരിക്കണം. അതുകൊണ്ട് സാഹോദര്യവും സ്നേഹവും കരുണയും അതൊക്കെ ഇങ്ങനെ ഉള്ളവൻ വിതരണം ചെയ്യുന്ന സംഭവം അല്ല കേട്ടോ. അത് പാരസ്പര്യത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരം ചർച്ചകൾ കുറച്ച് സംയമനപൂർവ്വം കൂടുതൽ വികസിതമായി നമ്മൾ കേരളത്തിൽ അടിയന്തരമായി നടത്തേണ്ടതുണ്ട്. കേരളത്തിലെ സ്ഥിതി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിൽ മോശമായിക്കൊണ്ടിരിക്കും. പിന്നെ അവർ വളരെ കൂടുതൽ മോശമായത് കാരണം അവർ തമ്മിലുള്ള അടി കഴിഞ്ഞിട്ട് കാര്യത്തിൽ കിടക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സൗകര്യം ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ ആരോഗ്യകരമായ, ഇപ്പം ഇസ്ലാം വേദിയിൽ ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റമാണ് എന്ന് പറയുന്നത് എനിക്ക് ശത്രുക്കളായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല, ശത്രുക്കളല്ലാത്തവരും പറയും അങ്ങനെ. അതിൻ്റെ കാര്യം ഇത്രയും ഇസ്ലാമോഫോബിക്കായൊരു സമൂഹമാണിത്. അപ്പം അവിടെ നമുക്ക് ഈ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാൻ, പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന വിശാലമായ വേദികൾ ചരിത്രപരമായി തന്നെ രൂപപ്പെട്ടു വരണം. അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സങ്കീർണമാക്കാതെ എഴുതിയിരിക്കുന്ന നേരിട്ട് ചുവരെഴുത്തുകൾ നേരിട്ട് വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യോഗത്തിലേക്ക് ക്ഷണിച്ചതിന് നന്ദി അറിയിക്കുന്നു.